മലങ്കര കാതലിക് ടിവിയിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലെ 10ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാഠാവലിയുടെ 1ാം ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. 1ാമത്തെ ക്ലാസ്സിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പൊതുവായിട്ടും ദൈവത്തിലെ 3 വ്യക്തികളെക്കുറിച്ച് പ്രത്യേകമായിട്ടും കുട്ടികളെ പഠിപ്പിക്കുകയുണ്ടായി. ദൈവം എന്ന യാഥാർത്ഥ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തികളുടെ കൂട്ടായ്മയാണെന്ന് 1ാം ക്ലാസ്സിലെ 1ാം പാഠത്തിൽ തന്നെ കുട്ടിയെ പഠിപ്പിക്കുകയുണ്ടായി. കുരിശ് വരച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നതെന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ എന്ന പ്രസ്താവനയിൽ ദൈവം ആരാണെന്ന് കൃത്യമായി കുട്ടിയെ പഠിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ആ പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയെക്കുറിച്ചും സഭ ഇന്നായിരിക്കുന്ന ആ സമൂഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് 1ാം പാഠം അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ മലങ്കര സുറിയാനി കത്തോലിക്ക വേദപാഠാവലിയിലെ 2ാമത്തെ ക്ലാസ്സാണ് ചർച്ച ചെയ്യുന്നത്. 1ാം ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് 2ാമത്തെ ക്ലാസ്. 1ാമത്തെ ക്ലാസ്സിൽ ദൈവത്തെ പൊതുവായും ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവമാണെന്നും കുട്ടിയെ പഠിപ്പിച്ചു. എന്നാൽ 2ാമത്തെ ക്ലാസ് വരുമ്പോഴേക്കും ആ ദൈവം ത്രിത്വിക ദൈവമാണ് എന്ന കാര്യം കുട്ടിയെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ത്രിത്വിക ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ ക്ലാസ് ആരംഭിക്കുക. അതിൻ്റെ ഹെഡിങ്, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ത്രിത്വിക ദൈവത്തിന് സ്തുതി. 1ാം ക്ലാസ്സിൽ ദൈവത്തിന് സ്തുതി എന്ന് കുട്ടിയെ പഠിപ്പിച്ചതിന് ശേഷം കുട്ടി ഒരു വർഷം കൂടെ പിന്നിട്ടു, ഒരു വയസ്സുകൂടെ കൂടി, 6 വയസ്സുള്ള കുട്ടി ഇപ്പോൾ 7 വയസ്സായി. കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു വർഷക്കാലം കുട്ടി പഠിക്കുകയുണ്ടായി. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഈ ദൈവത്തിൻ്റെ കൂട്ടായ്മയെ ത്രിത്വിക ദൈവം എന്ന ഒരു പദപ്രയോഗത്തിലൂടെ കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ആ ദൈവത്തെ ത്രിത്വിക ദൈവം എന്ന പേരിലാണ് അറിയപ്പെടുക. 3 വിരലുകൾ കൂട്ടിപ്പിടിച്ച് എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടതെന്നും ആ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നും 3 വിരൽ കൂട്ടിപ്പിടിക്കുന്നതിലൂടെ ത്രിത്വിക ദൈവത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയുമാണ് 1ാമത്തെ പാഠത്തിൽ നാം ചെയ്യുന്നത്. ഈ ത്രിത്വിക ദൈവത്തിലെ 3 വ്യക്തികളെ അടുത്തു വരുന്ന 2 മുതലുള്ള പാഠങ്ങളിലെ ക്രമേണയായിട്ട് പഠിപ്പിക്കുകയാണ്. 2 മുതൽ 9 വരെയുള്ള പാഠങ്ങളിൽ പഴയ നിയമത്തിലെ അദൃശ്യനായ ദൈവത്തെയും പ്രത്യേകിച്ച് പിതാവായ ദൈവത്തെയും ആ ദൈവം പ്രത്യേകമായി ഇടപെട്ട ആ ദൈവവുമായി സഹകരിച്ച മനുഷ്യ വ്യക്തികളെയും പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആദം, ഹവ്വ, കായൻ, ഹാബേൽ, നോഹ, അബ്രഹാം, മോശ, സാമുവേൽ, ദാവീദ് തുടങ്ങിയ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ അദൃശ്യനായ ദൈവവുമായി വ്യക്തിപരമായി സഹകരിച്ച, വെളിപാടിൻ്റെ ചരിത്രവുമായി പഴയ നിയമത്തിൽ സഹകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ 7 വയസ്സുള്ള കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. 10 മുതൽ 18 വരെയുള്ള ക്ലാസ്സുകളിൽ പുതിയ നിയമത്തിൽ മനുഷ്യനായി തീർന്ന യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ ബാല്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ യേശു നടത്തിയ രക്ഷാകര കർമ്മങ്ങളെക്കുറിച്ചും യേശു നടത്തിയ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് യേശുവിനെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുകയാണ്. 19ാം പാഠത്തിൽ തൃത്വത്തിലെ 3ാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. 20 മുതൽ 23 വരെയുള്ള പാഠങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ, ദേവാലയം, ആരാധന, ഈ കാര്യങ്ങളെക്കുറിച്ച് കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. 24ാമത്തെ പാഠത്തിൽ സഭാചരിത്രം തോമാസ് ലീഹായെ അവതരിപ്പിച്ചുകൊണ്ട് തോമാസ് ലീഹ ഭാരതത്തിൽ വന്നതും ഭാരതത്തിലെ സഭയ്ക്ക് തുടക്കം കുറിക്കുന്നതും ഒക്കെ കുഞ്ഞിന് ബോധ്യം നൽകുകയാണ്. അങ്ങനെ 24 പാഠങ്ങളിലായിട്ടാണ് 2ാം ക്ലാസ് ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ 1ാം ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ് 2ാം ക്ലാസ്. വെളിപാടിൻ്റെ ചരിത്രം, പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി പഴയ നിയമത്തിലൂടെ തുടർന്ന് യേശുവിൽ പൂർണ്ണമായ ഈ വെളിപാടിൻ്റെ ചരിത്രം സഭയിലൂടെ ലോകാവസാനം വരെ തുടരുകയാണ്. ഈ ചരിത്രമാണ് നമ്മൾ 1ാം ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ചരിത്രം ഒരു പടി കൂടി ഉയർന്ന തലത്തിൽ
കുട്ടിയെ ബോധ്യപ്പെടുത്തുവാനാണ് 2ാം ക്ലാസ്സിലൂടെ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നത്. 6 വയസ്സുള്ള കുട്ടി 1ാം ക്ലാസ്സിൽ നിന്നും 2ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ 7 വയസ്സായി നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ കുട്ടിക്ക് 1ാം ക്ലാസ്സിലൂടെ പല മുന്നറിവുകളും ലഭിച്ചിട്ടുണ്ട്. ആ മുന്നറിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വെളിപാടിൻ്റെ ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളെ കുട്ടിക്ക് കുറേ കൂടി ബോധ്യമാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കാനാണ് 2ാം ക്ലാസ്സിലൂടെ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട് സഭയിലൂടെ തുടരുന്ന ഈ വെളിപാടിൻ്റെ ചരിത്രം തന്നെയാണ് 2ാം ക്ലാസ്സിലെയും ചർച്ചാ വിഷയം. 1ാം ക്ലാസ്സിൽ പഠിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ കൂടുതൽ ബോധ്യത്തോടുകൂടി സ്തുതിക്കുവാനും ആരാധിക്കുവാനും കുട്ടിയെ പരിശീലിപ്പിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയെയും സഭ ജീവിക്കുന്ന സമൂഹത്തെയും പരിചയപ്പെടുത്തുവാനുമാണ് 2ാം ക്ലാസ്സിലൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സന്ധ്യാപ്രാർത്ഥനയിലെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ മോറാൻ യേശു മിശിഹ എന്നീ 2 പ്രാർത്ഥനകൾ അവസാനം പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ 1ാം ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ് 2ാം ക്ലാസ്സിലും ഉള്ളത് എന്നുള്ള കാര്യം മതാധ്യാപകർ മനസ്സിലാക്കിയിരിക്കുക. 2ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ടൈറ്റില് തൃത്വൈക ദൈവത്തിന് സ്തുതി. അതേ ടൈറ്റിൽ തന്നെയാണ് 1ാം പാഠത്തിലും നമ്മൾ കൊടുത്തിരിക്കുക. അതേ പടവും തന്നെയാണ്. ആ പടം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഒരു കുട്ടി 3 വിരലുകൾ കൂട്ടിപ്പിടിച്ച് കുരിശ് വരയ്ക്കുന്നതിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ 1ാം ക്ലാസ്സിൽ നമ്മൾ കുരിശ് വരയ്ക്കുന്നത് പഠിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലെന്നേക്കും ആമീൻ എന്ന പ്രാർത്ഥനയും പഠിച്ചു. അതിൻ്റെ വ്യാഖ്യാനവും കുട്ടിയെ പഠിപ്പിച്ചു. കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും ആ പ്രാർത്ഥന എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നൊക്കെ കുട്ടിയെ പഠിപ്പിച്ചു. എന്നാൽ 2ാം ക്ലാസ്സിൽ ഈ കുരിശ് വരയുടെ അർത്ഥം കുട്ടിയെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും തൃത്വം എന്ന പദം കുട്ടിക്ക് മനസ്സിലാക്കുവാൻ പ്രത്യേകമായിട്ട് 2ാം ക്ലാസ്സിലൂടെ പരിശ്രമിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തികളാകുന്ന ദൈവിക യാഥാർത്ഥ്യത്തെ ആ 3 വ്യക്തികൾ ഒന്നിച്ചായിരിക്കുമ്പോൾ അവരെ പൊതുവായി പറയുന്ന പേരാണ് തൃത്വൈക ദൈവം. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന് പറയുന്നത് തന്നെയാണ് തൃത്വൈക ദൈവത്തിന് സ്തുതി എന്ന് പറയുക. അപ്പോൾ 3 വ്യക്തികളുടെ കൂട്ടായ്മയെ തൃത്വം എന്ന് പറയുന്നു, തൃത്വൈക ദൈവം എന്ന് പറയുന്നുവെന്ന് കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. കവർ പേജിൻ്റെ അതേ പടമാണ് 1ാം പാഠത്തിലും നൽകിയിരിക്കുന്നത്. 3 വിരലുകൾ കൂട്ടിപ്പിടിച്ച് ഒരു കുട്ടി കുരിശ് വരയ്ക്കുന്ന പടം. ഇപ്രകാരം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്: 3 വിരൽ കൂട്ടിപ്പിടിച്ചാണ് കുരിശ് വരയ്ക്കുന്നത്. ദൈവത്തിൽ 3 ആളുകളുണ്ടെന്നും ദൈവം ഒന്നേ ഉള്ളൂ എന്നും ഇത് സൂചിപ്പിക്കുന്നു. തള്ളവിരൽ പിതാവിനെയും ചൂണ്ടുവിരൽ പുത്രനെയും നടുവിരൽ പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ തൃത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു എക്സ്പ്ലനേഷൻ, ആർക്കും മനസ്സിലാകുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സ്പ്ലനേഷനാണ് ഈ കുരിശുവരയിലൂടെ കുട്ടിയെ പഠിപ്പിക്കുക. ദൈവം എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തിൽ എത്ര ആളുണ്ട് എന്ന് ചോദിച്ചാൽ ദൈവത്തിൽ 3 ആളുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അത് കുട്ടിയെ കൃത്യമായിട്ട് പഠിപ്പിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് കുരിശുവരയുടെ ഉദാഹരണം. തള്ളവിരൽ പിതാവിനെ സൂചിപ്പിക്കുന്നു, ചൂണ്ടുവിരൽ പുത്രനെ സൂചിപ്പിക്കുന്നു, നടുവിരൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. 3 വിരലിനും 3 പേരുണ്ട്: തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ. ഈ 3 വിരലുകൾക്കും 3 എക്സിസ്റ്റൻസ് ഉണ്ട്. 3 വിരലുകൾ കൂട്ടിപ്പിടിക്കുമ്പോൾ എത്ര ആയി? ഇതൊന്നായിത്തീരുന്നു. ഏത് മനുഷ്യർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നു, കുട്ടിക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. 3 വിരലുകൾക്കും അതിൻ്റേതായ വ്യക്തിത്വമുണ്ട്. അതേസമയം 3 വിരൽ കൂട്ടിപ്പിടിക്കുമ്പോൾ ഒന്നായിത്തീരുന്നു. അതുകൊണ്ട് 3 വിരൽ കൂട്ടിപ്പിടിക്കുമ്പോൾ തൃത്വൈക ദൈവത്തെ മനസ്സിൽ ആരാധിച്ചുകൊണ്ടാണ് നാം കുരിശ് വരയ്ക്കുന്നത്. 3 വ്യക്തികളും ഒന്നായിരിക്കുന്നു. ആ തൃത്വൈക ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ 3 വിരൽ കൂട്ടിപ്പിടിച്ച് കുരിശ് വരയ്ക്കുന്നതിലൂടെ ദൈവം ഒന്നേ ഉള്ളുവെന്നും ആ ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നും ആ ദൈവത്തെയാണ് ഞാൻ സ്തുതിക്കുന്നതെന്നും ആരാധിക്കുന്നതെന്നും കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. ആ ദൈവത്തെ തൃത്വൈക ദൈവം എന്ന് വിളിക്കുന്നു. കുരിശുവരയുടെ സാരാംശം പ്രത്യേകമായിട്ട് കുട്ടിയെ പഠിപ്പിക്കുകയാണ് ഈ പാഠത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുകയുണ്ടായി. 3 വിരൽ കൂട്ടിപ്പിടിക്കുമ്പോൾ ചൂണ്ടുവിരൽ അല്പം നീട്ടിപ്പിടിക്കും. ചൂണ്ടുവിരൽ യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു. ചൂണ്ടുവിരൽ അല്പം നീട്ടിപ്പിടിക്കുന്നത് യേശുവിൻ്റെ ദൈവസ്വഭാവവും
മനുഷ്യ സ്വഭാവവും സൂചിപ്പിക്കാനാണ്. 1-ാം ക്ലാസ്സിൽ കുരിശ് വരയ്ക്കാൻ കുട്ടിയെ പഠിപ്പിച്ചെങ്കിൽ 2-ാം ക്ലാസ്സിൽ 3 വിരൽ കൂട്ടിപ്പിടിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നും ഈ 3 വിരൽ കൂട്ടിപ്പിടിച്ച് കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നും കുട്ടിയെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. അധ്യാപക സഹായിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൂടുതൽ കൊടുത്തിരിക്കുക. എന്നാൽ പാഠത്തിൽ അതിൻ്റെ പ്രധാന ചിന്തകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. തൃത്വത്തിലെ 2ാമത്തെ ആളാണ് പുത്രനായ ദൈവം. അവൻ മനുഷ്യനെ രക്ഷിക്കാനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവുമാണ് നമ്മെ രക്ഷിച്ചത്. അതുകൊണ്ട് കുരിശിനെ സ്ലീബായെ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുക. പക്ഷേ അധ്യാപകൻ ഇത്രയും മാത്രമല്ല കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. കുരിശ് വരയുടെ സാരാംശം കൃത്യമായിട്ട് കുട്ടിയെ പഠിപ്പിക്കണം. സാരാംശം മുഴുവൻ അതുപോലെ പാഠത്തിൽ എഴുതി വെച്ചാൽ കുട്ടിക്ക് ഒരുപക്ഷെ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പ്രധാന കാര്യങ്ങൾ മാത്രം എഴുതിയിരിക്കുക. അപ്പോൾ തൃത്വത്തിലെ 2ാമത്തെ ആളാണ് പുത്രൻ തമ്പുരാൻ, പുത്രനാ ദൈവം. അവൻ മനുഷ്യനെ രക്ഷിക്കാനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനാണ് യേശുക്രിസ്തു. 3 വിരൽ കൂട്ടിപ്പിടിച്ച് കുരിശ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടിയെ അധ്യാപകൻ കൃത്യമായിട്ട് പഠിപ്പിക്കണം, വിശദീകരിച്ച് കുട്ടിയെ പഠിപ്പിക്കണം. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ കാലത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് ചരിത്രത്തിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് നെറ്റിയിൽ നിന്നും നെഞ്ചത്തേക്ക് നമ്മൾ കൈകൾ കൊണ്ടുവരിക. അപ്പോൾ അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ കാലത്തികവിൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു എന്ന് സൂചിപ്പിക്കാനാണ് മുകളിൽ നിന്ന് താഴേക്ക് കൈകൾ കൊണ്ടുവരിക. അങ്ങനെ ഭൂമിയിൽ വന്ന് തൻ്റെ രക്ഷാകര സംഭവങ്ങളിലൂടെ, അല്ലെ യേശുവിൻ്റെ ജന്മം മുതൽ പെന്തിക്കോസ്ത് വരെയുള്ള രക്ഷാകര സംഭവങ്ങളിലൂടെ മനുഷ്യവംശത്തെ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും തെറ്റായ മാർഗത്തിൽ നിന്നും ഇടത്തിൽ നിന്നും വലത്തിലേക്ക് നന്മയിലേക്ക് രക്ഷയിലേക്ക് നമ്മെ രക്ഷിച്ചു. ഇടത്തിൽ നിന്നും വലത്തേക്ക് നമ്മെ കൊണ്ടുവന്നു. തിന്മയിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു, രക്ഷിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ കുരിശ് വരയുടെ സാരാംശത്തിലൂടെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. ഞാൻ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, തൃത്വൈക ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ആ തൃത്വൈക ദൈവം എന്നെ ആശീർവദിക്കുന്നു എന്നും അതർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്ന വഴി നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള ബോധ്യവും കുട്ടിയുടെ മനസ്സിൽ കൊടുക്കണം. അതിനോട് ചേർന്ന് കുട്ടിക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാത്രി പ്രാർത്ഥനയുടെ ഭാഗമായി കൊടുത്തിട്ടുള്ള തൃത്വത്തിന് സ്തുതി, സ്തുതിക്കപ്പെട്ടതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, എല്ലാ നേരത്തും സ്തുതി നിനക്ക് യോഗ്യമാകും. നമുക്ക് പാടാം. ശുഭചിഹ്നം താൻ ശ്ലീബ, വിജയക്കൊടിതാൻ ശ്ലീബ, നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നു നാം. കുട്ടി കേട്ടിട്ടുള്ളതാണ്. പെട്ടെന്ന് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ശ്ലീബായെ നാം പുകഴ്ത്തുന്നതും ബഹുമാനിക്കുന്നതിനുമൊക്കെ അർത്ഥം കുട്ടിക്ക് പെട്ടെന്ന് ബോധ്യമാവും. നമുക്ക് പ്രവർത്തിക്കാം. കുരിശ് കാണുമ്പോൾ കുരിശിൻ്റെ ഭക്തിപൂർവ്വം ഞാൻ വണങ്ങും. അപ്പോൾ 1-ാം ക്ലാസ്സിൽ നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിമുതലെന്നേക്കും എന്ന് പഠിപ്പിച്ചെങ്കിൽ 2-ാം ക്ലാസ്സിൽ അതിനേക്കാൾ ഒരു പടി കൂടി കൂടുതൽ കുരിശിൻ്റെ ദൈവശാസ്ത്രം, കുരിശ് വരയ്ക്കുന്നതിൻ്റെ ദൈവശാസ്ത്രം, അതിൻ്റെ അർത്ഥം, തൃത്വം എന്നുള്ള പദം, ഇതൊക്കെ കുട്ടിയെ പഠിപ്പിക്കാനും ഒരു പടി കൂടി വിശ്വാസത്തിൽ ഉറപ്പിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുക. 3 വിരൽ കൂട്ടിപ്പിടിച്ചാണ് കുരിശ് വരയ്ക്കുന്നതെന്നും ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുന്നത് തൃത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നുവെന്നും അതേസമയം തന്നെ 3 വ്യക്തികളെ സൂചിപ്പിക്കുന്നുവെന്നും ഉള്ള മനോഹരമായ ഒരു അടയാളം കുട്ടിയെ പഠിപ്പിക്കുന്നതിലൂടെ തൃത്വൈക ദൈവമെന്ന ആ രഹസ്യം, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും അതീതമായ ഒരു രഹസ്യം കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, ഒരുപക്ഷേ നവമാധ്യമങ്ങളിൽ, ഓൺലൈൻ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതാണ്. ദൈവം എത്ര ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ 3 വ്യക്തികളുണ്ടെന്ന് പറയുമ്പോൾ 3 ദൈവമാണോ എന്നുള്ള ചോദ്യം, 3 വ്യക്തികൾ എങ്ങനെ ഒരു ദൈവമായിത്തീരുന്നു എന്നുള്ള ചോദ്യം, ഇത് ഒരുപക്ഷെ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആദിമസഭയിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് ആദിമസഭ തന്നെ അതിന് പരിഹാരം നൽകിയതാണ്.
സഭ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ഒരു കൂട്ടായ്മയായിരിക്കുന്നു, സ്നേഹത്തിൽ ഒന്നിച്ചിരിക്കുന്നു. അത് ഒന്നിച്ചിരിക്കുന്നത് അതിൻ്റെ ബീയിങ്ങിലാണ്, അതിൻ്റെ സ്വഭാവത്തിലാണ്, അതിൻ്റെ നേച്ചറിലാണ്. വാട്ട് ഈസ് ഗോഡ്? ആ ഗോഡ് ഈസ് എ ഡിവൈൻ ബീയിങ്. ആ നേച്ചറിലാണ്, അതിൻ്റെ എസൻസിലാണ്, സാരാംശത്തിലാണ് ദൈവം ഒന്നായിരിക്കുന്നതെന്നും. ഹൂ ഈസ് ഗോഡ് എന്ന് ചോദിക്കുമ്പോൾ ആ ദൈവം 3 വ്യക്തികളാണ്. ഗോഡ് ഈസ് ഫാദർ, ഗോഡ് ഈസ് സൺ, ഗോഡ് ഈസ് ഹോളി സ്പിരിറ്റ് എന്ന് 3 വ്യക്തികളിലാണെന്നും നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അടയാളമാണ്, പ്രതീകമായിട്ടാണ് 3 വിരൽ കൂട്ടിപ്പിടിച്ച് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്. കൂടാതെ നമുക്ക് പരിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങളും ആരാധനയിലുണ്ട്. അതുകൂടി അധ്യാപകർ മനസ്സിലാക്കിയിരിക്കണം. ഒരു പക്ഷേ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ കൂട്ടത്തിൽ ഇത് പറഞ്ഞു കൊടുക്കുക. നമുക്കറിയാം, മദ്ബഹായിൽ പ്രാർത്ഥനാ സമയത്ത് 3 തിരികൾ കത്തിക്കാറുണ്ട്. മറ തുറക്കുമ്പോൾ നടുക്കത്തെ തിരി മാത്രമാണ് കത്തിക്കുക. അതിനുശേഷം ഇടതും വലത്തുമുള്ള തിരികൾ കത്തിക്കും. അതിനുശേഷം ആഘോഷമായി വലിയ കുർബാനയൊക്കെ ആണെങ്കിൽ ബാക്കി തിരികളെല്ലാം കത്തിക്കും. ഇല്ലെങ്കിൽ 3 തിരികൾ മാത്രമാണ് കത്തിക്കുക, 2 ദിവസത്തെ കുർബാനയ്ക്കുമൊക്കെ. അപ്പോൾ നടുക്കത്തെ തിരിയിൽ നിന്നും ഇടതും വലത്തും ഉള്ള തിരികൾ കത്തിക്കുന്നതിൻ്റെ ദൈവശാസ്ത്രം നമുക്കറിയാം. 13 തിരികളാണ് അൾത്താരയിലുള്ളത്. നടുക്കത്തെ തിരി യേശുവിനെയും 12 തിരികൾ അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. എന്നാൽ നടുക്കത്തെ തിരി കത്തിച്ച് ഇടതും വലതും ഉള്ള തിരികൾ കത്തിക്കുന്നതിന് മറ്റൊരു ദൈവശാസ്ത്രം കൂടിയുണ്ട്. നടുക്കത്തെ തിരി പൊതുവായിട്ട് പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ തൃത്വൈക ദൈവത്തെ സൂചിപ്പിക്കുന്നു. നടുക്കത്തെ തിരിയിൽ നിന്നും തിരി കത്തിച്ച് ഇടത്തെ തിരി കത്തിക്കുന്നതിലൂടെ പിതാവിൽ നിന്നും പുത്രൻ ജനിച്ചു എന്ന് സൂചിപ്പിക്കാനാണ് ഇടത്തെ തിരി കത്തിക്കുക. ഇടത്തെ തിരി കത്തിച്ചതിന് ശേഷം വലത്തെ തിരി കത്തിക്കുന്നത് പിതാവിൽ നിന്നും പുറപ്പെട്ട് പുത്രനിൽ നിന്നും സാരാംശം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പിതാവിൽ നിന്നും പുറപ്പെട്ട് പുത്രനാൽ വെളിവാക്കപ്പെടുന്ന, പുത്രനിൽ നിന്നും എടുക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കാനാണ് വലത്തെ തിരി കത്തിക്കുക. അപ്പോൾ നടുക്കത്തെ തിരി പിതാവിനെയും, ഇടത്തെ തിരി പിതാവിൽ ജനിച്ച പുത്രനെയും, വലത്തെ തിരി പിതാവിൽ നിന്ന് ജനിച്ച് പുത്രനിൽ നിന്നും സാരാംശം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് 3 തിരി കാണാം. 3 തിരികളും 3 വ്യക്തികളെ സൂചിപ്പിക്കുന്നു. നടുക്കത്തെ തിരി പിതാവിനെ, ഇടത്തെ തിരി പുത്രനെ, വലത്തെ തിരി പരിശുദ്ധാത്മാവിനെ. 3 തിരികൾ 3 വ്യക്തികളെ സൂചിപ്പിക്കുമ്പോൾ ആ 3 തീനാളങ്ങൾ ഒരേ തീ തന്നെയാണ്. നമുക്കറിയാം, നടുക്കത്തെ തീ തന്നെയാണ് ഇടത്തും വലതുമുള്ളത്. അതുകൊണ്ടാണ് പ്രകാശത്തിനുള്ള പ്രകാശം. നടുക്കത്തെ തിരിയുടെ തീനാളവും ഇടത്തും വലതുമുള്ള തിരിയുടെ തീനാളവും വ്യത്യസ്തമല്ല. നടുക്കത്തെ തീ തന്നെയാണ് ഇടതും വലതുമുള്ളത്. ഒരേ ദൈവം തന്നെയാണ്, ഒരേ സ്വഭാവമാണ് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തിരി കത്തിക്കുന്നതിലൂടെ ദൈവത്തിലെ 3 വ്യക്തികളെയും ആ ദൈവം ഒന്നായിരിക്കുന്നു എന്നുള്ള സൂചനയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ ധൂപക്കുറ്റി വാഴുന്ന സമയത്തും പരിശുദ്ധ തൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് ധൂപക്കുറ്റിയുടെ 4 ചങ്ങലകൾ പിടിച്ചുകൊണ്ട് പുരോഹിതൻ ആശീർവദിക്കുമ്പോഴും ഈ തൃത്വൈക ദൈവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ ചങ്ങല പിതാവിനെ, 2ഉം 3ഉം ചങ്ങല പുത്രനെ, 4-ാമത്തെ ചങ്ങല പരിശുദ്ധാത്മാവിനെ. 2ഉം 3ഉം ചങ്ങല കൂട്ടിപ്പിടിക്കുന്നത് പുത്രൻ്റെ ദൈവത്വവും മനുഷ്യത്വവും സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ കുട്ടിയെ നമുക്ക് ക്ലാസ്സിലെ ആവശ്യാനുസരണം ബോധ്യപ്പെടുത്താവുന്നതാണ്. 2ാം ക്ലാസ്സിലെ 2 മുതൽ 9 വരെയുള്ള പാഠങ്ങൾ പഴയ നിയമത്തിലെ അദൃശ്യനായ ദൈവത്തെയും പ്രത്യേകിച്ച് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ആ തൃത്വൈക ദൈവത്തെ പൊതുവായും പിതാവാം ദൈവത്തെ പ്രത്യേകമായി നമ്മൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ 2 മുതൽ 9 വരെ പാഠങ്ങളിലൂടെ രക്ഷാകര സംഭവങ്ങളോട്, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ചരിത്രത്തോട് സഹകരിച്ച വ്യക്തികളെ, പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രം കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. 1-ാം ക്ലാസ്സിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം എല്ലാവരുടെയും പിതാവാണ്, ദൈവം എല്ലായിടത്തുമുണ്ട്, ദൈവം നമ്മുടെ പിതാവാണ് എന്ന് പൊതുവായിട്ട് കുട്ടിയെ പഠിപ്പിച്ചെങ്കിൽ
ഈ വെളിപാടിൻ്റെ ചരിത്രത്തിലെ വെളിപാടിനോട് സഹകരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ് 2 മുതൽ 9 വരെയുള്ള പാഠങ്ങളിലൂടെ നാം ചെയ്യുന്നത്. 1-ാം ക്ലാസ്സിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആദത്തിൻ്റെ ഹവ്വയുടെയും പേര് മാത്രം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ 2-ാം ക്ലാസ്സിൽ മനുഷ്യ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞ് മനുഷ്യ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ച് എങ്ങനെയാണ് മനുഷ്യ സൃഷ്ടി നടത്തിയതെന്ന് വ്യക്തമായിട്ട് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധലിഖിതത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി മനുഷ്യ സൃഷ്ടി നടന്ന ആ സംഭവത്തെ കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവം ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ചു, അവയെല്ലാം നന്നായിരിക്കുന്നു ദൈവം കണ്ടു. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്നിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ആ സംഭവങ്ങൾ മുഴുവൻ അവിടെ അവതരിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടി, ഏറ്റവും ഔന്നത്യമുള്ള സൃഷ്ടി, ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി മനുഷ്യനാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവം പലതും സൃഷ്ടിച്ചു, സസ്യങ്ങൾ, ജീവജാലങ്ങൾ. ഏറ്റവും അവസാനം ഏറ്റവും സൃഷ്ടിയുടെ മകുടമായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി എന്ന് പറയുക? മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാത്ത ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അത് ദൈവം മനുഷ്യന് മാത്രമാണ് നൽകിയത്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും മനുഷ്യന് നൽകി. ഉൽപ്പത്തി 1:26 നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ 2-ാം ക്ലാസ്സിലൂടെ കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്, ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടി, ശ്രേഷ്ഠമായ സൃഷ്ടി അത് മനുഷ്യനാണ്. ദൈവത്തിൻ്റെ അംശം നൽകി, ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവത്തിന് കൂടിയായിരിക്കാൻ മനുഷ്യന് വേണ്ടി എല്ലാ പദ്ധതിയും ഒരുക്കി പറുദീസായിൽ അവനെ പാർപ്പിച്ചു. അങ്ങനെ ദൈവത്തോടു കൂടി ആനന്ദിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവം മനുഷ്യനെ പ്രത്യേകം സൃഷ്ടിച്ചു എന്ന ബോധ്യം കുട്ടിയുടെ മനസ്സിലേക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് മനുഷ്യനുള്ളതെന്നും ആദാമിൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ദൈവം ഊതി, അപ്പോഴാണ് അവൻ ജീവൻ പ്രാപിച്ചതെന്നും, അങ്ങനെ നമ്മളിലുള്ള ശ്വാസം, ജീവൻ്റെ ശ്വാസം ദൈവം നമുക്ക് നൽകിയതാണെന്നും കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതുവഴിയായി എല്ലാ ജീവജാലങ്ങളുടെ മേൽ അവന് അധികാരം നൽകുകയാണ്. അവയെ നശിപ്പിച്ച് ഇല്ലാതാക്കാനല്ല, പിന്നെയോ പ്രകൃതിയെയും മൃഗങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നതിനും അതിനോടൊത്തു വസിക്കുന്നതിനും അവനെ ദൈവം ഒരുക്കുകയാണ്. ദൈവം മനുഷ്യനെ ഏറ്റവും അധികം സ്നേഹിച്ചതുകൊണ്ടാണ് മനുഷ്യന് ഇതെല്ലാം ദൈവം നൽകിയത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വതന്ത്രനായിട്ടാണ്. ഏത് തീരുമാനം എടുക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യൻ നൽകുകയാണ്. സ്വതന്ത്രനായൊരു മനുഷ്യനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവം മനുഷ്യൻ നൽകിയ ഏറ്റവും വലിയ ദാനമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. മനുഷ്യൻ ആത്യന്തികമായി ദൈവകരങ്ങളാൽ മെനഞ്ഞുണ്ടാക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യവും കുട്ടിക്ക് പ്രത്യേകമായിട്ട് നൽകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ആദാം എന്ന് പേരിട്ടു. മണ്ണ്, ചെളി എന്ന് അർത്ഥമുള്ള അദാമ എന്ന വാക്കിൽ നിന്നുമാണ് ആദാം എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ദൈവം സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങളൊന്നും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവയല്ല. ഉണ്ടാകട്ടെ എന്ന വാക്കിലൂടെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യനെ മാത്രമാണ് ദൈവം സ്വന്തം കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ 2-ാമത്തെ പാഠത്തിലൂടെ പ്രധാനമായിട്ടും മനുഷ്യൻ്റെ പ്രാധാന്യം, മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് മനുഷ്യൻ്റെ പ്രാധാന്യം എന്താണെന്ന് പ്രത്യേകമായിട്ട് 2-ാമത്തെ പാഠത്തിലൂടെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതും സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രീഡിൻ്റെ വിശ്വാസമാണത്തിൻ്റെ 1-ാമത്തെ പാരഗ്രാഫ് പഠിപ്പിക്കുകയാണ്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, കാണപ്പെടുന്നതും കാണപ്പെടാത്തതും സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. എന്നിട്ട് നമുക്ക് പ്രവർത്തിക്കാം, പാടാം, മനഃപ്പാഠമാക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. 3-ാമത്തെ പാഠത്തിൽ മനുഷ്യൻ്റെ പതനം. ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ച പറുദീസായിൽ പാർപ്പിച്ചു. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവകൽപ്പന അവർ ലംഘിച്ചു.
തോട്ടത്തിലെ എല്ലാ മരങ്ങളുടെയും പഴങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന ദിവസം നീ മരിക്കും. തിന്നരുതെന്ന് കൽപ്പിച്ച ആ കൽപ്പന അവർ ലംഘിച്ചു. അത് കഥാരൂപത്തിൽ കുട്ടിയെ പഠിപ്പിക്കുക. നാം ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ ദൈവത്തിൽ നാം അകലുകയും ദൈവകൃപ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ദൈവകൽപ്പന ലംഘിച്ച ആദിമാതാപിതാക്കൾ ദൈവത്തിൽ നിന്ന് അകലുന്നതും അവർക്ക് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നതും ഒക്കെ കുട്ടിയെ ബോധ്യപ്പെടുത്തുക. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് എത്ര ആനന്ദമാണ്, സന്തോഷമാണ് എന്നുള്ള ബോധ്യവും, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയും മാനസിക അസ്വസ്ഥതയും പ്രയാസങ്ങളെയും കൃപ നഷ്ടപ്പെടുന്ന അവസ്ഥയും കുറിച്ചൊക്കെ കുട്ടിക്ക് ബോധ്യം നൽകുക. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകലുന്നതും ഒളിക്കുന്നതും നാണം മറയ്ക്കുന്നതും ഒക്കെ വിവരിച്ച് കുട്ടിക്ക് ബോധ്യം നൽകുക. സ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപം, കൽപ്പനകളുടെ ലംഘനമാണ് പാപം. അപ്പം എന്താണ് പാപം എന്നതിനെക്കുറിച്ച് കുഞ്ഞിന് ഈ മൂന്നാമത്തെ പാഠത്തിൽ ഈ ആദിമാതാപിതാക്കളുടെ ഈ സംഭവത്തിലൂടെ ബോധ്യം നൽകുക. ഇന്ന് കുട്ടിയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. മോറാനേശുമിശിഹ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. എന്താ പറയുക, കർത്താവ് ഞങ്ങൾ പാപികളാകുന്നു. കണ്ടോ, പാപം എന്ന വാക്ക് കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കാനും പഠിപ്പിക്കുക. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. പറുദീസായുടെ വാതിൽ അവർക്ക് നേരെ അടച്ചു. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർ പറുദീസായിൽ നിന്ന് പുറത്തായി, ദൈവകൃപ അവർക്ക് നഷ്ടമായി, പറുദീസായുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. മോറാനേശുമിശിഹ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. കർത്താവ്, ഞങ്ങൾ പാപികളാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവ്, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ടോ, കുഞ്ഞിനെ സന്ധ്യാപ്രാർത്ഥനയിൽ കൗമ കഴിഞ്ഞ് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അത്. ആദിമാതാപിതാക്കളുടെ പാപം പറഞ്ഞുകൊണ്ട് കുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവർത്തിക്കാം, ഞാൻ ദൈവത്തെയും മാതാപിതാക്കളെയും അനുസരിച്ച് ജീവിക്കും, നമുക്ക് പാടാം എന്ന അതിലൂടെ രക്ഷകനാം മിശിഹ, ഞങ്ങൾ തൻ സൃഷ്ടാവാൻ ദേവ, ദയചെയ്ത് ഞങ്ങൾ മേൽ നിന്മാത യാചന മൂലം പൈശാചിക ചതിയിൽ ഞങ്ങൾ കേൾക്കണമേ മുക്തി, ദുർസേന വഴിയിൽ നിന്നും രക്ഷിക്കണമേ. ആരാധനക്രമത്തിലെ ഗാനമാണ്. അപ്പോൾ വെളിപാടിൻ്റെ ചരിത്രത്തിൽ ദൈവവുമായി സഹകരിച്ച വ്യക്തികളെ കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ഹവ്വായും പരിചയപ്പെടുത്തി. 4-ാം പാഠത്തിൽ കായേനും ഹാബേലും, 4-ാമത്തെ പാഠമാണ് കായേനും ഹാബേലും, കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. ആദത്തിൻ്റെ 2 മക്കൾ, ആദത്തിന് ഹവ്വായ്ക്ക് 2 പുത്രന്മാർ ജനിച്ചു, കായേനും ഹാബേലും. കായേൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു. നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം. കുട്ടിയെ കഥാരൂപത്തിൽ അത് പഠിപ്പിക്കുക. 2 പേരോടും ബലിയർപ്പിക്കാൻ ദൈവം പറഞ്ഞു. എന്നാൽ ഹാബലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായി, കായേൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായില്ല. എന്തുകൊണ്ടാണ് ഹാബലിൻ്റെ ബലിയിൽ സംപ്രീതനായതും കായേൻ്റെ ബലിയിൽ സംപ്രീതനാകാഞ്ഞതും എന്നുള്ള കാര്യം കുട്ടിക്ക് ബോധ്യം നൽകണം. ഒരുപക്ഷെ നമ്മൾ പരമ്പരാഗതമായി പറയുന്നത് ഹാബേൽ നല്ലത് കൊടുത്തു, അതുകൊണ്ട് ദൈവം ഹാബലിൻ്റെ ബലിയിൽ സംപ്രീതനായി, കായൻ മോശമായത് കൊടുത്തു, അതുകൊണ്ട് സംപ്രീതനായില്ല. കൊടുത്തതിൻ്റെ വലിപ്പമോ കൊടുത്തതിൻ്റെ മഹത്വമോ അനുസരിച്ച് മാത്രമല്ല ഹാബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായത്. അത് വിശുദ്ധലിഖിതത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാബേലിലും അവൻ്റെ കാഴ്ചയിലും ദൈവം സംപ്രീതനായി, കായനിലും കായൻ്റെ കാഴ്ചയിലും ദൈവം സംപ്രീതനായില്ല. സത്യത്തിൽ ഹാബേൽ എന്ന വ്യക്തിയിൽ ദൈവം സംപ്രീതനായതുകൊണ്ടാണ് ഹാബേലിൻ്റെ കാഴ്ചയിൽ ദൈവം സംപ്രീതനായത്. കായൻ എന്ന വ്യക്തിയിൽ ദൈവം സംപ്രീതനായില്ല, അതുകൊണ്ടാണ് അവൻ്റെ കാഴ്ചയിലും ദൈവം സംപ്രീതനാകാഞ്ഞത്. അതുകൊണ്ട് കുട്ടിയെ ബോധ്യപ്പെടുത്തണം, ദൈവം ഒരു വ്യക്തിയിൽ സംപ്രീതനാകുമ്പോൾ മാത്രമാണ് അവൻ്റെ കാഴ്ചയിലും ദൈവം സംപ്രീതനായത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ദൈവത്തിന് കുറേ കാഴ്ച കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താവും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്ന വ്യക്തിയിൽ ദൈവം സംപ്രീതനാകണം. എൻ്റെ ദൈവത്തോടുള്ള ഇടപെടലിൽ ദൈവത്തിന് എന്നോട് വ്യക്തിപരമായ സ്നേഹം ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഞാൻ എന്ന വ്യക്തിയിൽ ദൈവം സംപ്രീതനാകുന്നതും എൻ്റെ കാഴ്ചയിൽ ദൈവം സംപ്രീതനാകുന്നു. കായേൻ ദൈവത്തോട് സ്നേഹത്തിലായിരുന്നില്ല, കായനിൽ ദൈവം സംപ്രീതനായിരുന്നില്ല, അതുകൊണ്ടാണ് അവൻ്റെ കാഴ്ചയിലും ദൈവം സംപ്രീതനാകാഞ്ഞത് എന്നുള്ള ബോധ്യം കുട്ടിക്ക് പ്രത്യേകമായിട്ട് നൽകണം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം തിരുസഭയിൽ എല്ലായിടത്തും അർപ്പിക്കുന്ന കുർബാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവൃത്തികളെയും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമുക്ക് പാടാം. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബറാഖം തൻ ബലിയും കൈക്കൊണ്ട
കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ടലിവായുത്തരമേകേണമേ. നമുക്ക് പ്രവർത്തിക്കാം. ഏറ്റവും നല്ല ആദ്യ ഫലങ്ങളും കാഴ്ചകളും ഞാൻ ദൈവത്തിന് സമർപ്പിക്കും. സഹോദരനോട് കോപിക്കുന്നതും ന്യായവിധിക്ക് അർഹനാകാൻ നമുക്ക് മനഃപ്പാടമാക്കാം. കായേൻ ഹാബിലിനെ കൊല്ലുന്നതും തിന്മ വർദ്ധിക്കുന്നതും എല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് നാലാമത്തെ പാഠം അവസാനിക്കുക. ഹാബേലിലും അവൻ്റെ കാഴ്ചയിൽ ദൈവം സംപ്രീതനായി, കായേനിലും കായൻ്റെ കാഴ്ചയിൽ ദൈവം സംപ്രീതനായില്ല. അതിൽ കോപിച്ച് സഹോദരനെ വധിക്കുന്ന കായൻ്റെ തിന്മയുടെ ജീവിതത്തെ കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം നാം കാണുന്നത് പഴയ നിയമത്തിലെ ദൈവത്തോട് സഹകരിച്ച മറ്റൊരു വ്യക്തിയാണ് നീതിമാനായ നോഹ. 5-ാമത്തെ പാഠം, നീതിമാനായ നോഹ. ഹാബേലിൻ്റെ കൊലപാതകത്തിലൂടെ സമൂഹത്തിൽ തിന്മ വർദ്ധിച്ചു, പാപം വർദ്ധിച്ചു. എന്നാൽ എല്ലാ തിന്മയുടെയും പാപത്തിൻ്റെയും നടുവിൽ ഒരു കുടുംബം മാത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നു, നോഹയും കുടുംബവും. ഭൂമിയിൽ തിന്മ വർദ്ധിച്ചപ്പോൾ, തിന്മ പെരുകിയപ്പോൾ ആ തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം ഭൂമുഖത്തെ എല്ലാറ്റിനെയും ദൈവം നശിപ്പിക്കുകയാണ്. അവിടെ നോഹയും കുടുംബവും എല്ലാ ജീവജാലങ്ങളുടെ ഓരോ ജോഡിയെയും കർത്താവ് സംരക്ഷിക്കുന്നതായിട്ട് നാം വിശുദ്ധലിഖിതത്തിൽ കാണുന്നുണ്ട്. നീതിമാനായ നോഹ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ദൈവസ്നേഹത്തിൽ ദൈവകൃപയിൽ ജീവിച്ച നീതിമാനായ നോഹയും നോഹയുടെ കുടുംബവും. 6-ാമത്തെ പാഠത്തിൽ വിശുദ്ധലിഖിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതിലൂടെയാണ് ചരിത്ര വിശുദ്ധലിഖിതത്തിൽ ആരംഭിക്കുക. അതിന് മുൻപുള്ള ഭാഗത്തെ ചരിത്രാതീത ചരിത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ആദ്യ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ചരിത്രം ആരംഭിക്കുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുള്ള ഒരാളാണ് അബ്രഹാം. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. പഴയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ ഐക്കണാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. തൻ്റെ ഏകജാതനെ ബലി കഴിക്കുവാൻ പോലും മനസ്സ് കാണിച്ച അബ്രഹാമിൻ്റെ വിശ്വാസം. അബ്രഹാമിൻ്റെ സ്നേഹവും അനുസരണവും ദൈവത്തിന് മനസ്സിലായി. അവിടുന്ന് അബ്രഹാമിനെയും അവൻ്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിച്ചു. അപ്പോൾ കുട്ടി അബ്രഹാമിനെ എന്ന ആ പൂർവ്വപിതാവിനെ പരിചയപ്പെടുത്തുകയാണ്. അതിനോട് ചേർന്നുള്ള പാട്ട്, പ്രാർത്ഥന, പ്രവൃത്തികളൊക്കെ കുട്ടിയെ പരിശീലിപ്പിക്കുക. അബ്രഹാം, സാറ, അവർക്ക് ജനിച്ച ഇസഹാക്ക്, ആ ചരിത്രമൊക്കെ കഥയിലൂടെ കുട്ടിയെ ബോധ്യപ്പെടുത്തുക. 7-ാമത്തെ പാഠം, നേതാവായ മോശ. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രമാണ് മോശയ്ക്ക് പല പരിമിതികളുണ്ടായിരുന്നെങ്കിലും മോശയെപ്പോലെ ഒരു നേതാവിനെ ഇസ്രായേൽ ജനം കണ്ടിട്ടില്ല. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് മോചിപ്പിച്ച് ഇസ്രായേൽ ജനതയെ ഒരു കമ്മ്യൂണിറ്റിയാക്കി, ഒരു സമൂഹമാക്കി കനാൻ ദേശത്തേക്ക് നയിച്ച വലിയ വ്യക്തിത്വമാണ് മോശയുടേത്. അപ്പോൾ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. ആദം, ഹവ്വ, കായന്, ഹാബേലും, നീതിമാനായ നോഹ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ഇനി ഏറ്റവും നേതാവായി ഇസ്രായേൽ ജനത്തെ നയിച്ച നേതാവായ മോശയിലൂടെ ദൈവം ഉടമ്പടി ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ സ്വന്തം ജനമാക്കി മാറ്റുന്ന സംഭവം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച് ദൈവത്തോട് വിശ്വസ്തനായിരുന്ന മോശ ഒരു ജനത്തിൻ്റെ നേതാവായി എങ്ങനെ ജനത്തെ നയിച്ചുവെന്ന് കുട്ടികൾക്ക് ബോധ്യം നൽകുക. മോശയ്ക്ക് ശേഷം ന്യായാധിപന്മാരുടെ കാലഘട്ടം അവസാനിക്കുന്നത് സാമുവേലിനോടുകൂടിയാണ്. പ്രവാചകനും പുരോഹിതനുമായ സാമുവേൽ. ഈ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ദേവാലയത്തിൽ വളർന്നു വന്ന സാമുവേലിനെ കുറിച്ചുള്ള വലിയ ബോധ്യം. സാമുവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് നൽകിയ നേതൃത്വം, ആദ്യമായി ഇസ്രായേലിന് രാജാവിനെ വാഴിച്ചുകൊണ്ട്, സൗളിനെ രാജാവായി വാഴിച്ചുകൊണ്ട് ആദ്യമായി ഇസ്രായേലിന് രാജ്യത്വം നൽകിയ പ്രവാചകൻ. അപ്പോൾ സാമുവേലിനെ കുറിച്ചുള്ള കഥ പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് സാമുവേലിനെ പരിചയപ്പെടുത്തുക. അതിനുശേഷം ഇസ്രായേൽ കണ്ട ഏറ്റവും ശക്തനായ വ്യക്തിയായിരുന്നു രാജാവായ ദാവീദ്. സൗളിന് ശേഷം രാജാവായിട്ട് കടന്നു വന്ന ഇസ്രായേലിൻ്റെ ശക്തനായ രാജാവായിരുന്നു ദാവീദിൻ്റെ വംശത്തിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. ദാവീദിൻ്റെ രാജ്യത്വം ഒരിക്കലും അവസാനിക്കത്തില്ല എന്നൊക്കെയുള്ള പഴയ നിയമ പ്രവചനങ്ങൾ. ദാവീദിനെ ദൈവം അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ദാവീദിന് ഒത്തിരി കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ദാവീദിൻ്റേത്. യഹോവ ദാവീദിനോട് ഇപ്രകാരം അരുളിച്ചെയ്തു, നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും സുസ്ഥിരമായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ദാവീദിൻ്റെ വംശത്തിൽ യേശുക്രിസ്തു ജനിച്ചു.
അപ്പോൾ 2 മുതൽ 9 വരെയുള്ള പാഠങ്ങളിൽ പഴയ നിയമ വെളിപാടിൻ്റെ ചരിത്രത്തിലെ പ്രധാന വ്യക്തികളെ പരിചയപ്പെടുത്താനാണ് പരിശ്രമിച്ചത്. 1-ാം ക്ലാസ്സിൽ നിന്നും ഒരു പടി കൂടി ഉയർന്ന് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഗങ്ങൾ ഈ വെളിപാടിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ എടുത്ത് കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. 10 മുതലുള്ള പാഠങ്ങൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. അപ്പോൾ 2 മുതൽ 9 വരെയുള്ള പാഠങ്ങൾ പഴയ നിയമത്തിലെ അദൃശ്യനായ ദൈവം, അത് പ്രത്യേകിച്ച് പ്രത്യേക ദൈവം മൊത്തത്തിലാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പിതാവിനെ പ്രത്യേകമായിട്ടും അവിടെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പുതിയ നിയമത്തിൽ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ മനുഷ്യാവതാരം, യേശു നടത്തിയ രക്ഷാകര കർമ്മങ്ങൾ, അവയൊക്കെയാണ് ചർച്ചാ വിഷയം. നമ്മൾ 1-ാം ക്ലാസ്സിൽ ക്രിസ്തുമസ് എന്ന പാഠത്തിലൂടെ കുട്ടിയെ യേശുവിനെ പരിചയപ്പെടുത്തി. കാരണം കുട്ടിക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുമസ്. അതുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ജനനത്തെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. എന്നാൽ 2-ാം ക്ലാസ്സിൽ ആ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പശ്ചാത്തലം വിശുദ്ധലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പശ്ചാത്തലമെല്ലാം കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 10-ാമത്തെ പാഠത്തിനോട് മംഗളവാർത്ത, യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. യേശു ജനിച്ചത് പരിശുദ്ധാത്മ ശക്തിയിൽ നിന്നാണ്. നസ്രത്തിലെ മറിയാം എന്ന കന്യകയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വന്ന് മംഗളവാർത്ത അറിയിച്ചു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ മാതാവിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മംഗളവാർത്ത അറിയിക്കുന്ന സംഭവം, യേശുവിൻ്റെ ജനനത്തിൻ്റെ പശ്ചാത്തലം കുട്ടിയെ പഠിപ്പിക്കുകയാണ് 10-ാമത്തെ ക്ലാസ്സിലൂടെ. അത് കഥാരൂപത്തിൽ ബൈബിൾ ഭാഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടിക്ക് ബോധ്യം നൽകാവുന്നതാണ്. അതിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പാടാം. ആരാധനാ ഗീതങ്ങൾ പാഠത്തോട് ചേർന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം യേശുവിൻ്റെ ജനനം. അപ്പം യേശുവിൻ്റെ ജനനത്തിൻ്റെ പശ്ചാത്തലം കുട്ടിക്ക് ബോധ്യം നൽകി. 11-ാം ക്ലാസ്സിൽ യേശുവിൻ്റെ ജനനം, യോസേപ്പും മാതാവും കൂടെ പേരെഴുതിക്കാനായി ബേത്ലഹേമിലേക്ക് പോകുന്നതും, അവിടെ വെച്ച് യേശു ജനിക്കുന്നതും യേശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തുന്നതും കാര്യങ്ങളൊക്കെ 11-ാമത്തെ പാഠത്തിൽ യേശുവിൻ്റെ ജനനം എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വേദവാക്യങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് കുട്ടിക്ക് ബോധ്യം നൽകുകയാണ് യേശുവിൻ്റെ ജനനം. 12-ാം പാഠത്തിൽ പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന യേശുവിനെ കാണുവാൻ വേണ്ടി ജ്ഞാനികൾ കടന്നു വരുന്നു. ജ്ഞാനികളുടെ സന്ദർശനം നക്ഷത്രം അവരെ വഴി നടത്തി. യേശു ജനിച്ചപ്പോൾ കിഴക്കൊരു നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രത്തെ പിന്തുടർന്ന് കിഴക്കുന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ വന്ന് ശിശുവിനെ ആരാധിക്കുകയും നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കുകയും കാഴ്ചയെ അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യേശു മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ യേശു ദൈവമാണ്, മനുഷ്യനാണ്. ദൈവമാണ് മനുഷ്യനായിട്ട് അവതരിച്ചത്. ദൈവം മനുഷ്യനാകുകയാണ്. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ യേശു ഉരുവായ നിമിഷം മുതൽ അവിടുന്ന് ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ടാണ് പിറന്നു വീണ ആ ശിശുവിനെ ദൈവമായി കണ്ട് പൂജരാജാക്കന്മാർ ആരാധിച്ചത്. അപ്പോൾ യേശു മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവമാതാവെന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുക. ദൈവത്തിൻ്റെ അമ്മയായി തീർന്നവളാണ്, ദൈവത്തിന് ജന്മം നൽകിയവളാണ് അവൾ. അതുകൊണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ യേശു ജനിക്കുമ്പോൾ തന്നെ അവിടെ ദൈവമാണ്, ജനിച്ചു കഴിഞ്ഞപ്പോൾ ശിശുവായിരിക്കുമ്പോഴും അവിടുന്ന് ദൈവമാണ്. ആ ദൈവത്തെ രാജാക്കന്മാർ വന്ന് ആരാധിക്കുകയാണ്. പൂജരാജാക്കന്മാർ വന്ന് നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അവൻ്റെ പ്രവാചക രാജകീയ പുരോഹിത ആ മിശിഹായിക്കടുത്ത അഭിഷിക്തനടുത്ത നിത്യപ്രവാചകൻ, നിത്യപുരോഹിതൻ, നിത്യരാജാവ് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി പൊന്നും മീറയും കുന്തിരിക്കവും അതിൻ്റെ പ്രതീകങ്ങളാണ് കാഴ്ചവെച്ച് ആരാധിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പാടാം. ഒക്കെ ആരാധനക്രമത്തിലെ ഗാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പേർഷ്യൻ വിദ്വാൻമാർ കൈകളിൽ ഉപഹാരങ്ങളുമായി വന്നിടുന്നു, സംഭ്രമമാർന്നു വന്നിച്ചുര ചെയ്തു വീണു സാഷ്ടാംഗം അർപ്പിക്കുന്നു തേ സ്തോത്രം. 13-ാമത്തെ പാഠം. യേശു നസറത്തിൽ
അപ്പോൾ 1-ാം ക്ലാസ്സിൽ നമ്മൾ യേശുവിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകളിലൂടെയാണ് യേശുവിനെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ 2-ാമത്തെ ക്ലാസ് ആയപ്പോഴേക്ക് യേശു സംഭവങ്ങളിൽ കുട്ടിക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെ അല്പം കൂടി വിവരിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ യേശു ജനനത്തിൻ്റെ പശ്ചാത്തലം, യേശു ജനിച്ചത്, ജ്ഞാനികൾ സന്ദർശിച്ചത്, ഇനി യേശു ബാലനായി നസ്രത്തിൽ വളരുന്ന സംഭവം. യേശുവിൻ്റെ ബാല്യകാലം നസ്രത്തിലായിരുന്നു. യേശു മാതാപിതാക്കൾ അനുസരിച്ച് ജീവിച്ചു. എൻ്റെ പശ്ചാത്തലമൊക്കെ പറയുകയാണ്. ഹെറോദോസ് രാജാവിനെ ഭയന്ന് മറിയവും യോസെഫും ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ഹെറോദോസിന് മരണശേഷം അവർ നസ്രത്തിൽ വന്ന് താമസിച്ചു. എന്നിട്ട് ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അത് കുട്ടികളെ ആ വേദവാക്യം കാണാൻ പഠിപ്പിക്കണം. ഓരോ കുട്ടിയും ഇത് വളരാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം കുട്ടിയുടെ മനസ്സിൽ നൽകണം. ജ്ഞാനത്തിൽ വളരണം, പ്രായത്തിൽ വളരണം. അതുമാത്രം പോരാ, ദൈവകൃപയിൽ വളരണം, ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളരണം. ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നാൽ പോരാ, ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളരണം, ദൈവകൃപയിൽ വളരണം. ആ ബോധ്യം കുട്ടികൾക്ക് ഈ പാഠത്തിലൂടെ നൽകുകയാണ്, യേശുവിനെ പോലെ വളരാൻ. അതിനുശേഷമാണ് യേശുവിൻ പരസ്യ ജീവിതത്തിലെ പ്രധാന സംഭവമാണ് ജ്ഞാനസ്നാനം, യേശുവിൻ്റെ മാമോദീസ. യോഹന്നാൻ സ്നാപകരിൽ നിന്നും യേശു മാമോദീസ സ്വീകരിക്കുന്ന സംഭവം. യേശുവിൻ്റെ മാമോദീസ തിരുനാളാണ് ദനഹ പെരുന്നാൾ. അപ്പോൾ യേശുവിൻ്റെ മാമോദീസയെക്കുറിച്ച് പഠിപ്പിക്കുക, ഓരോ കുട്ടിയുടെയും മാമോദീസയെക്കുറിച്ച് അനുസ്മരണം നടത്തുക. അതിനകത്ത് ആരാധനക്രമത്തിലെ ഗാനം പ്രത്യേകമായിട്ട് പാടാൻ കൊടുത്തിട്ടുണ്ട്. മാമോദീസ മൂലം മിശിഹാതൻ മുദ്ര പതിഞ്ഞവരായി. കർത്താവിൻ്റെ മാമോദീസ സമയത്ത് തൃത്വം പ്രത്യക്ഷപ്പെട്ടു. പിതാവ് തൻ്റെ ശബ്ദത്തിൽ ഇവൻ്റെ പ്രിയപുത്രൻ, പുത്രൻ തൻ്റെ സാന്നിധ്യം മൂലം, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ. അപ്പം തൃത്വൈക ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. തൃത്വൈക ദൈവത്തെക്കുറിച്ചുള്ള പ്രകടമായ ഒരു ദൃശ്യം നമുക്ക് പുതിയ നിയമത്തിൽ കാണുന്നത് കർത്താവിൻ്റെ മാമോദീസ സമയത്താണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ കൃപയുണ്ടാകും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനി യേശുവിൻ്റെ ജീവിതത്തിലെ 2 സംഭവങ്ങൾ, 2 അത്ഭുതങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ദൈവികതയോട് സൂചിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ യേശുവുമായി ബന്ധപ്പെട്ട് ചരിത്ര സംഭവങ്ങളാണ് സൂചിപ്പിച്ചത്. യേശുവിൻ്റെ ജനനത്തിൻ്റെ പശ്ചാത്തലം, യേശു ജനിച്ചു, നസ്രത്തിൽ വളർന്നു, യേശു മാമോദീസ സ്വീകരിച്ചു, പരിശീലനം ആരംഭിച്ചു. പരിശീലനത്തിൽ 2 സംഭവങ്ങൾ, അവൻ ദൈവമാണ് എന്നതിന് വലിയ അടയാളം. 15-ാം പാഠം യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കും. യേശുവിന് പ്രകൃതിയുടെ മേൽ ശക്തിയുണ്ട്. അവൻ സൃഷ്ടാവായതുകൊണ്ട് സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ, ശക്തിയെയാണ് പ്രത്യേകമായിട്ട് ഈ പാഠത്തിലൂടെ. ഉണ്ടാകട്ടെ എന്ന വാക്കിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അടങ്ങുക ശാന്തമാകുമെന്ന് പറയുമ്പോൾ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രകൃതി നിശ്ചലമാകുന്നു. കടലിനെ ശാസിച്ച് ശാന്തമാക്കുന്ന യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ ദൈവികതയോടെ സൂചിപ്പിക്കുകയാണ്. അതിനോട് ചേർന്ന് മറ്റൊരു അത്ഭുതമാണ് 16-ാം പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. മനുഷ്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത് അവൻ്റെ ആഹാരമാണ്. അതിനോട് അവൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. അത് നൽകുവാൻ ശക്തനായ ദൈവം 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയ യേശുവിൻ്റെ ആ ദൈവിക സാന്നിധ്യം അത് കുട്ടിക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. അത് കർത്താവ് എടുത്ത് വാഴ്ത്തി 5000 പേർക്ക് നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. അപ്പോൾ ഈ സംഭവം വിവരിച്ച് കുട്ടിക്ക് ബോധ്യം നൽകുകയാണ് ദൈവത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ ശക്തി, യേശു ദൈവമാണെന്നുള്ള ബോധ്യം നൽകുകയാണ്. അതിനുശേഷം യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. യേശുവിൻ്റെ കുരിശിലെ മരണം. 1-ാം ക്ലാസ്സിൽ ദുഃഖവെള്ളി എന്ന പേരിലാണ് പാഠം കൊടുത്തത്. ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന കാര്യവും കുരിശിൽ ചുംബിക്കുന്ന കാര്യവും പ്രദക്ഷിണ നടന്ന കാര്യമൊക്കെ കൊച്ചിനോട് പറഞ്ഞു. കുഞ്ഞിൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചെങ്കിൽ 2-ാം ക്ലാസ് വരുമ്പോഴേക്കും ആ വേദഭാഗം, ബൈബിൾ ഭാഗം എടുത്ത് വ്യാഖ്യാനിച്ച് യേശു കുരിശിൽ മരിച്ച സംഭവത്തെ കുട്ടിക്ക് പരിചയപ്പെടുത്തുകയാണ്. യേശു കുരിശിൽ ശത്രുക്കളോട് ക്ഷമിക്കുന്ന കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി യേശു കുരിശിൽ സ്വയം ബലിയർപ്പിച്ചു. എല്ലാവരെയും രക്ഷിക്കാനാണ് യേശു കുരിശിൽ മരിച്ചത് എന്നുള്ള ബോധ്യമൊക്കെ കുട്ടിക്ക് നൽകുകയാണ്. യേശുവിൻ്റെ മരണത്തോടുകൂടി യേശു സംഭവം അവസാനിക്കുന്നില്ല. പിന്നെയോ യേശു മരണത്തെ അതിലംഘിച്ചു. ചരിത്രത്തിൽ ആദ്യമായി മരിച്ച വ്യക്തി ഉത്ഥാനം ചെയ്തു, മരണത്തെ വിജയിച്ചു, മരണത്തെ തോൽപ്പിച്ചു. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും മരണത്തിനപ്പുറം ഒരു ഉയർപ്പുണ്ട് എന്നുള്ള ബോധ്യം കുട്ടിക്ക് നൽകുകയാണ് യേശു ഉയർപ്പിലൂടെ.
യേശുവിൻ്റെ ഉയർപ്പ് മൂലം അവിടുന്ന് മരണത്തെ തോൽപ്പിച്ചു. യേശു മരിക്കുകയും ഉയർക്കുകയും ചെയ്തതുപോലെ നാം യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളും മരിച്ചാലും ഉയർക്കും. യേശുവിൻ്റെ ഉയർപ്പിലൂടെ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കും മരണശേഷം ഉയർപ്പുണ്ടെന്നും മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ലെന്നും നമ്മുടെ വീട്ടിൽ വളർന്ന പട്ടിയും പൂച്ചയും ചത്തില്ലാതാകുന്ന പോലെ തീരുന്നതല്ല നമ്മുടെ ജീവിതം. പിന്നെയോ നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. അത് യേശുവിനോടൊപ്പം ഉള്ള ജീവിതമാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ നിത്യമായ ജീവിതമുണ്ട് എന്നുള്ള ബോധ്യം 18ാമത്തെ പാഠത്തിലൂടെ കുട്ടിക്ക് നൽകുകയാണ്. അവിടെ ആരാധനക്രമത്തിലെ ഗാനങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥനയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാടാനായിട്ട് നമസ്കാരത്തിലെ ഗാനം കൊടുത്തിട്ടുണ്ട്. ദൈവം ഉയർത്തും മഹത്വത്തോട് ആദാമിനെയും തൻ പ്രഭാത പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നതാണ് കൊടുത്തിട്ടുണ്ട്. ഇനിയും 19ാമത്തെ പാഠത്തിലൂടെ തൃത്വത്തിലെ 3ാമത്തെ വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. 1-ാം ക്ലാസ്സിൽ പെന്തിക്കോസ്തി എന്ന് പറഞ്ഞ് പാഠം കൊടുത്തെങ്കിൽ 2-ാം ക്ലാസ്സിൽ യേശു പരിശുദ്ധാത്മാവിനെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദഭാഗം പ്രത്യേകമായിട്ട് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. യേശു ഉയർത്തതിന് ശേഷം 40-ാം ദിവസം നമ്മൾ സ്വർഗത്തിലേക്ക് കയറി. ഈ സംഭവം സ്വർഗാരോഹണം എന്നറിയപ്പെടുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം മാതാവും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ സംഭവമാണ് പെന്തിക്കോസ്ത് തിരുനാളായി സഭ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം പെന്തിക്കോസ്ത് തിരുനാളിനെക്കുറിച്ച് കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചു. അതിൻ്റെ വേദഭാഗം അല്പം കൂടെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ സംഭവത്തെ കൂടുതലായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തൃത്വത്തിലെ 3 വ്യക്തികളെ പ്രത്യേകമായിട്ട് ഈ പാഠത്തിൽ അവതരിപ്പിക്കുകയാണ്. 1-ാം ക്ലാസ്സിൻ്റെ തന്നെ തുടർച്ചയാണ്. അല്പം കൂടെ ഉയർന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അല്പം കൂടി വെളിപാടിൻ്റെ ചരിത്രത്തെ കുട്ടിക്ക് ബോധ്യമാക്കുവാൻ പരിശ്രമിക്കുകയാണ്. 20 മുതൽ 23 വരെയുള്ള പാഠങ്ങൾ സഭയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെയുള്ളതാണ്, പള്ളിയെക്കുറിച്ചുമൊക്കെ ഉള്ളതാണ്. 20-ാം പാഠം നാം ദൈവഭവനത്തിൽ. 1-ാം ക്ലാസ്സിൽ എൻ്റെ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചു. പള്ളിയെക്കുറിച്ച് പൊതുവായിട്ട്, സഭയെക്കുറിച്ച് പൊതുവായിട്ട്. എന്നാൽ ഇന്ന് ദൈവഭവനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പള്ളിയിൽ കയറി എങ്ങനെ പ്രാർത്ഥിക്കണം, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് പള്ളി കയറി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിലെ ഓരോ കാര്യങ്ങളെ കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. ത്രോണോസ് ദൈവത്തിൻ്റെ സിംഹാസനമാണ്, കബറിടമാണ്, ബലിപീഠമാണ്. കാസായും പീലാസായും മെഴുകുതിരി, കുരിശ്, തിരശീല, ധൂപക്കുറ്റി, മർബഹാസ, മണി, ഏവെങ്കിലും പീഠം, ധൂപക്കുറ്റി, വിശുദ്ധ ബൈബിൾ, മാമോദീസ തൊട്ടി. പള്ളിയിൽ കുട്ടി പെട്ടെന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് കുട്ടിക്കൊരു ബോധ്യം കൊടുക്കുകയാണ് നാം ദൈവഭവനത്തിൽ. എന്നിട്ട് വിശുദ്ധ കുർബാന കണ്ടോ, 2ാമത്തെ പാഠത്തിൽ തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുട്ടിക്ക് ബോധ്യം കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് 2-ാം ക്ലാസ് മാത്രമല്ല, മുൻപോട്ട് വരുന്ന ക്ലാസ്സുകളിൽ പല ക്ലാസ്സുകളിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുട്ടി പ്രായമനുസരിച്ച് വളരുന്നതനുസരിച്ച് ഈ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. നാം നടത്തുന്ന ഏറ്റവും പ്രധാന ദൈവാരാധനയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞുകൊണ്ട് 21-ാമത്തെ പാഠം. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിശുദ്ധ കുർബാന സ്വീകരണമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഗാനങ്ങളും പ്രാർത്ഥനകളും കൊടുത്തിട്ടുണ്ട്. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു കാണാൻ പഠിക്കാനായിട്ട്. 22-ാമത്തെ പാഠം സെമിത്തേരി. ഒരുപക്ഷേ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ പലരും വന്ന് എന്നോട് ചോദിച്ച സംശയമാണ്, എന്തുകൊണ്ടാണ് 2ാമത്തെ ക്ലാസ്സിൽ ഈ കുട്ടിയെ ഇത്ര പെട്ടെന്ന് സെമിത്തേരിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? ആവശ്യമുണ്ടോ ഈ പാഠം? പ്രത്യേകമായ കാര്യം, സഭയുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നൊരു കാര്യമാണ് സെമിത്തേരി. കാരണം കുട്ടി 7 വയസ്സുള്ള കുട്ടി ഇതിനോടകം പല മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, പല ശവമടക്ക് കണ്ടിട്ടുണ്ട്, പള്ളിയിൽ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശവമടക്കിനൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 2-ാം ക്ലാസ്സിൽ ഈ പാഠം കൊടുത്തത്? അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ എന്നുള്ള പ്രാർത്ഥന. നമുക്കറിയാം, കൗമ കഴിഞ്ഞിട്ട് അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവൻ്റെ പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ടാണ് മോറാനേശു മിശിഹ. അപ്പോൾ ആദത്തിൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോറാനേശു മിശിഹ എന്ന ആ പ്രാർത്ഥന അവിടെ പഠിച്ചു. എന്നാൽ ഈ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനെ അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കുട്ടിയെ പഠിപ്പിക്കണം. അതുകൊണ്ട് സെമിത്തേരി ഇവിടെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുകയാണ്. കാരണം കുട്ടിക്ക് പരിചയമുള്ള കാര്യമാണ് സെമിത്തേരി. മരിച്ചൊരു അടക്കമൊക്കെ കുട്ടി കണ്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന ഇന്ന് സന്ധ്യാപ്രാർത്ഥന കുട്ടി ചൊല്ലുന്നതാണ്. ഈ പ്രാർത്ഥന കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ
സെമിത്തേരിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചുമൊക്കെ കുട്ടിയോട് പറഞ്ഞെങ്കിൽ മാത്രമേ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് ഈ സെമിത്തേരി എന്ന പാഠം ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചുപോയ എല്ലാ വിശ്വാസികളും ഓർക്കുന്ന ഞായറാണ് ആനീതേ ഞായർ. എന്നിട്ട് അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അതിൻ്റെ പദ്യരൂപമാണല്ലോ കരുണ നിറഞ്ഞവനെ എന്നുള്ള ആ ഗാനം, ഇതിൻ്റെ പദ്യരൂപമാണല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിൻ്റെ ദിവസത്തിൽ നിൻ്റെ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവെ, നിന്നുള്ള ആശ്രയത്തോടുകൂടെ മരിച്ച് നിൻ്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. കണ്ടോ, അബ്രഹാം, ഇസ്ഹാക്കിന്, യാക്കോബിന്റെ മടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിരിക്കുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായി അട്ടഹസിക്കുമാറാകട്ടെ. ആമീൻ. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. അത് കുട്ടിയെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. 23-ാം പാഠം, ദൈവാരാധന എൻ്റെ ഭവനത്തിൽ. പള്ളിയിലെ ദൈവാരാധന പറഞ്ഞു. അടുത്തത് ദൈവാരാധന എൻ്റെ ഭവനത്തിൽ. ഭവനം ഒരു ദേവാലയമാണ്. ഭവനത്തിലും ആരാധന നടക്കണം, ബലിയർപ്പണം നടക്കണം. അപ്പോൾ ഭവനത്തിൽ എന്തൊക്കെയാണ് നടത്തുക? യാമപ്രാർത്ഥന നടക്കണം, വേദപുസ്തക വായന നടക്കണം, നോമ്പ് പറഞ്ഞൊരു ഉപവാസം. നമ്മൾ മലങ്കര സഭയുടെ ആധ്യാത്മിക പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഭവനത്തിൽ തന്നെ ആരാധന നടത്തണം. ഭവനത്തിലെ പുരോഹിതരാണ് അപ്പനും അമ്മയും. അപ്പോൾ ദൈവാരാധന ഭവനത്തിൽ നടന്നെങ്കിൽ മാത്രമേ ദേവാലയത്തിൽ ആരാധന നടത്തുമ്പോൾ കുട്ടിക്ക് ഇത് കൂടുതൽ അനുഭവമാകത്തുള്ളൂ. അപ്പോൾ ഭവനത്തിലെ ആരാധനയെക്കുറിച്ച് കുട്ടിക്ക് ബോധ്യം നൽകണം. രാവിലെ വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കും, വിശുദ്ധലിഖിതം വായിക്കും, അതൊക്കെ കുട്ടിക്ക് ബോധ്യം നൽകണം. കണ്ടോ, അപ്പനും അമ്മയും മക്കളും ചേർന്നിരുന്ന് വേദപുസ്തകം വായിക്കുന്ന പടമൊക്കെ കൊടുത്തിരിക്കുക. രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഭവനം, രാവിലെ വൈകിട്ടും വിശുദ്ധലിഖിതം വായിക്കുന്ന ഭവനം, ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന ഭവനം, ഭക്ഷണത്തിന് മുമ്പും പിൻപുള്ള പ്രാർത്ഥന പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അവസാനമായി 24-ാമത്തെ പാഠം മാർത്തോമാ ശ്ലീഹ സഭാചരിത്രമാണ്. ക്രിസ്തു ശിഷ്യനായ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹ AD 52 ഭാരതത്തിൽ വരികയും ഇവിടെ സുവിശേഷം പ്രഘോഷിക്കുകയും അങ്ങനെ ഇവിടെ ഒരു ക്രിസ്തീയ സമൂഹം രൂപപ്പെടുത്തുകയും ചെയ്തു. ഭാരത സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത് മാർത്തോമാ ശ്ലീഹായുടെ ഭാരതത്തിലേക്കുള്ള പ്രവേശനത്തിലൂടെയാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ ഒരുവനായ വിശുദ്ധ തോമാസ് ശ്ലീഹ AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്നു. അവിടെ സുവിശേഷം പ്രഘോഷിച്ചു. ധാരാളം കുടുംബങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചു. എന്നിട്ട് തോമാസ് ശ്ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു, 7 കമ്മ്യൂണിറ്റി സ്ഥാപിച്ചു. AD 72 മദ്രാസിലെ മൈലാപ്പൂരിൽ ചിന്നമലയിൽ തോമാസ് ശ്ലീഹ രക്തസാക്ഷിയായി. തോമാസ് ശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ, ദുക്രോനോ തിരുനാൾ എന്നാണ് അത് പറയുക, ജൂലൈ 3-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ഓക്കെ. അപ്പോൾ സഭാചരിത്രം പറഞ്ഞുകൊണ്ടാണ് അവസാനം 2-ാം ക്ലാസ്സിൻ്റെ അവസാനത്തെ പാഠം അവസാനിപ്പിക്കുക. അപ്പോൾ വിശുദ്ധലിഖിതം, ആരാധനക്രമം, സഭാചരിത്രം, ക്രിസ്ത്യ ജീവിതം, അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് 24 പാഠങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുക. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആകുവിലെന്നേക്കും ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാടിൻ്റെ ചരിത്രം കുട്ടിയെ വളരെ ലളിതമായി പഠിപ്പിച്ചെങ്കിൽ 2-ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഈ വെളിപാടിൻ്റെ ചരിത്രം അല്പം കൂടെ വ്യക്തമായി ബോധ്യത്തോടുകൂടി വിശുദ്ധ ലിഖിതത്തിൽ അധിഷ്ഠിതമായ സംഭവങ്ങളിലൂടെ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ വെളിപാട് ചരിത്രത്തിൽ ഒരു പടി കൂടി 2-ാം ക്ലാസ്സിൽ കുട്ടി ഉയർന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറെ കൂടെ വിശാലമായി മനസ്സിലാക്കാൻ കുട്ടി പഠിച്ചു. 3 വിരലുകൾ കൂട്ടിപ്പിടിച്ച് കുരിശ് വരയ്ക്കാൻ പഠിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചരിത്രത്തിൽ ഇടപെട്ട നിമിഷങ്ങളെക്കുറിച്ച് പഠിച്ചു. ഞാനായിരിക്കുന്ന സഭയും ഞാനായിരിക്കുന്ന സമൂഹത്തിലെ പശ്ചാത്തലങ്ങളും ഒക്കെ കുട്ടി ഈ പാഠങ്ങളിലൂടെ പഠിക്കുകയായിരുന്നു. 2-ാം ക്ലാസ്സിലെ 1 മുതൽ 24 വരെയുള്ള പാഠങ്ങളിലെ ഉള്ളടക്കം നമ്മൾ പൊതുവായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഓരോ പാഠവും എങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം, ഒരു പാഠത്തിന് ഏറ്റവും കുറഞ്ഞത് 3/4 മണിക്കൂർ, 1 മണിക്കൂറെങ്കിലും വേണ്ടിവരും. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഓരോ പാഠവും എടുത്ത് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് പഠിപ്പിക്കുക അസാധ്യമാണല്ലോ. ഓരോ പാഠവും എങ്ങനെ പഠിപ്പിക്കണമെന്ന് അധ്യാപക സഹായിയിൽ നൽകിയിട്ടുണ്ട്. 2002 തന്നെ പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ 2-ാം ക്ലാസ്സിൻ്റെ അധ്യാപക സഹായിയും ഇറങ്ങിയതാണ്. അപ്പോൾ 2002 ഇറങ്ങിയ പഴയ അധ്യാപക സഹായി 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ അധ്യാപക സഹായിയാണ്
ഈ അധ്യാപക സഹായിയിൽ ഓരോ പാഠവും എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് ആ വിശദീകരണം എല്ലാം നൽകി അധ്യാപകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ അധ്യാപക സഹായിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി കുട്ടികൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. അതുപോലെ തന്നെ 2019 പുതിയ അധ്യാപക സഹായി ഇറക്കിയിട്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപക സഹായിയാണ് പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഈ അധ്യാപക സഹായി എല്ലാ മതബോധന രൂപതാ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്, കാതോലിക്കേറ്റിലും ലഭ്യമാണ്. ഈ അധ്യാപക സഹായം നിങ്ങൾ വാങ്ങിച്ച് ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പാഠങ്ങൾ ഒരുങ്ങുന്നതിനായിട്ട് സാധിക്കും. 1-ാം ക്ലാസ്സിലെ പോലെ തന്നെ 2-ാം ക്ലാസ്സിലും കുട്ടികൾക്ക് വർക്ക് ബുക്കുണ്ട്. ഓരോ പാഠത്തിനനുസരിച്ച് വർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി കുട്ടികളെ അധ്യാപകർ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. 24 പാഠങ്ങളിൽ 2 മുതൽ 19 വരെയുള്ള പാഠങ്ങൾ വിശുദ്ധ ബൈബിളിലെ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ പാഠങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബൈബിൾ ഭാഗങ്ങൾ കഥാരൂപത്തിൽ കുട്ടികളോട് പറഞ്ഞ് അതിനുശേഷം ആ ബൈബിൾ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പാഠത്തിലേക്കും പ്രവേശിക്കാവുന്നതാണ്. ബാക്കിയുള്ള പാഠങ്ങൾ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടതും കുട്ടിക്ക് മുൻപരിചയമുള്ള വിഷയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട മുൻ അറിവുകൾ ചോദിച്ചുകൊണ്ട് ആ പാഠത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓരോ പാഠത്തിൻ്റെയും ആദ്യ ഭാഗം വിശുദ്ധ ലിഖിതത്തിൽ അധിഷ്ഠിതമായ ഭാഗങ്ങളാണ്. ബൈബിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുക. തുടർന്നാണ് ആരാധനക്രമം, ആരാധനക്രമത്തിലെ ഗാനങ്ങൾ, പ്രാർത്ഥനകൾ, പിന്നെ നമുക്ക് പ്രവർത്തിക്കാം, മനഃപ്പാഠമാക്കാം. അപ്പോൾ ഓരോ പാഠത്തോടും ചേർന്നുള്ള ആരാധനക്രമത്തിലെ ഗാനങ്ങളും പ്രാർത്ഥനകളും പ്രവൃത്തികളും മനഃപ്പാഠമാക്കുക എന്നുള്ള ആ പ്രക്രിയയും കുട്ടി ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോഴാണ് ഓരോ പാഠവും കുട്ടിക്ക് അനുഭവമായി തീരുന്നത്. അതുകൊണ്ട് അധ്യാപകർ ഒരു പാഠം പഠിപ്പിച്ചു കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രത്യേകമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ. ബോധനം ആരാധനയിലേക്ക് നയിക്കപ്പെടണം, ആരാധന സാക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടണം എന്ന ബോധ്യം ഓരോ പാഠം പഠിപ്പിക്കുമ്പോഴും അധ്യാപകരുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ ഗാനങ്ങൾ ഓരോ എപ്പിസോഡ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിനോട് ചേർന്ന് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ മലങ്കര കാതലിക് TV ലഭ്യമാണ്. കാറ്റഗറ്റിക്കൽ സോങ്സ് എന്ന പേരിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അത് കേട്ട് പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 10 എപ്പിസോഡ് പൂർത്തിയാകുമ്പോൾ മതാധ്യാപകർക്കായി ഒരു എക്സാമിനേഷൻ നടത്തുന്ന കാര്യം അറിയിച്ചിരുന്നല്ലോ. ആ എക്സാം ഫെബ്രുവരി മാസം 12-ാം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെയുള്ള സമയത്താണ്. എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ പേപ്പർ കവർ ചെയ്ത് കവറിനകത്താക്കി അത് സീൽ ചെയ്യണം. എത്രയും പെട്ടെന്ന് അത് ഇടവക ദേവാലയത്തിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാനുള്ള ചോദ്യങ്ങൾ, 1-2 വാക്യങ്ങളിൽ ഉത്തരമെഴുതാനുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഖണ്ഡികയിൽ ഉത്തരമെഴുതാനുള്ള ചോദ്യങ്ങൾ, ഏകദേശം അര പേജിനുള്ളിൽ നിൽക്കുന്ന ഉത്തരങ്ങൾ. ഇപ്രകാരം 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരിക്കുന്നത്. നീണ്ട എസ്സേ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പരീക്ഷയ്ക്കുള്ള ചോദ്യ പേപ്പർ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് മുൻപായിട്ട് ഓൺലൈനായി നിങ്ങൾക്ക് വാട്സപ്പിൽ ഹെഡ് മാസ്റ്റർമാർ അയച്ചു തരുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു എക്സാമിനേഷൻ ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 3-ാം ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.